കർത്താവേ നന്ദിയോടെന്നും പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ വളരെ മനോഹരമായൊരു ആഗ്രഹമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് തുടക്കം. അവർ ചെന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നീ ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേ. എന്നിട്ട് യേശു അവരെ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ കാര്യങ്ങളൊക്കെ മാറി മറിയും. കാര്യം ഇങ്ങനെയൊന്നല്ലല്ലോ അവർ കേട്ടിട്ടുള്ളത്. ഒരപ്പനോട് മകൻ ചോദിക്കുന്നത് പോലെ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ വിളിക്കാൻ ക്രിസ്തു പറയുമ്പോൾ ഇതൊരു പുതിയ അറിവാണ്. ഇങ്ങനെയൊന്നല്ല ഇത്രയും കാലം പ്രാർത്ഥിച്ചത്. അതിന് കൃത്യമായ തെളിവ് ഒന്നാം വായനയാണ്. ഒന്നാം വായനയിൽ അബ്രഹാം ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ യാചിക്കുന്നുണ്ട്. സോദോം ഗൊമോറ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അബ്രഹാം ചെന്ന് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ സോദോം ഗൊമോറ നശിപ്പിക്കാതിരിക്കൂ. കർത്താവ് പറഞ്ഞു, ശരി, നീ പറയല്ലേ, ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ സോദോം ഗൊമോറ നശിപ്പിക്കില്ല. പെട്ടെന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, കർത്താവെ, ഞാൻ പൊടിയും ചാരമാണ്, എനിക്ക് ചോദിക്കാൻ പോലും അവകാശമില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ 45 പേരുണ്ടെങ്കിൽ, ഒരു 5 പേര് കുറവുണ്ടെങ്കിൽ നീ സോദോം ഗൊമോറ നശിപ്പിക്കാതിരിക്കുമോ? ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി, നീ പറയല്ലേ, 5 പേര് കുറവ്, 45 പേരുണ്ടെങ്കിൽ ഞാൻ സോദോം ഗൊമോറ നശിപ്പിക്കില്ല. വീണ്ടും അയാൾ പറയുകയാണ്, കർത്താവെ, ഈ ചോദിക്കാനേ പാടില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കണം, ഒരു 40 പേര്, ഒരു 10 പേര് കുറവുണ്ടെങ്കിൽ നീ സോദോം ഗൊമോറ നശിപ്പിക്കാതിരിക്കുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി, നമുക്ക് അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട, 40 പേരുണ്ടെങ്കിൽ നമുക്ക് സോദോം ഗൊമോറ നശിപ്പിക്കില്ല. ഇങ്ങനെ നീതിമാന്മാരുടെ കണക്ക് പറഞ്ഞ് അവസാനം 10-ലെത്തുകയാണ്. 10 പേരുണ്ടെങ്കിൽ സോദോം ഗൊമോറ നശിപ്പിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അപേക്ഷിച്ചാണ് അബ്രഹാം ഓരോ പ്രാവശ്യവും ദൈവത്തോട് സംസാരിച്ചത്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ ദൈവത്തോട് സംസാരിച്ചത് പോലും. ഒരു ആത്മബന്ധമൊന്നും അവിടെ ഇല്ല. പക്ഷേ പുതിയ നിയമത്തിൽ ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇനി മുതൽ അപ്പനോടെന്ന പോലെ ചോദിക്കണം. അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ രീതി തന്നെ മാറ്റി ക്രിസ്തു. എന്നിട്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ ഒരപ്പനോടെന്ന പോലെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പ് എന്താണെന്നറിയോ? എനിക്കൊരപ്പനുണ്ട്, ആ അപ്പൻ എനിക്ക് കൃത്യസമയത്ത് കാര്യങ്ങൾ നടത്തരും. പ്രിയമുള്ളവരെ, ഒരു പള്ളിപ്പെരുന്നാളിന് ഒരപ്പൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന കുഞ്ഞുകുട്ടി കാണുന്നതൊക്കെ കൗതുകമാണ്, കാണുന്നതൊക്കെ ഏറ്റവും മനോഹരമായിട്ടൊക്കെ തോന്നും. അപ്പോൾ കുഞ്ഞെല്ലാം ചോദിക്കും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അപ്പൻ എല്ലാം തരോ? അതിൻ്റെ ഉത്തരമാണ് പ്രാർത്ഥനയുടെ അപ്പന് തിരിച്ചുള്ള മനോഭാവമാണ് ക്രിസ്തു പിന്നീട് പറയുന്നത്. ഇങ്ങനെയാണ്, നിങ്ങളിൽ ഏത് പിതാവാണ് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കാര്യങ്ങൾ വളരെ കൃത്യമാണ്. പക്ഷേ സംഭവം എന്താണെന്നറിയോ? ചോദിക്കുമെന്നൊക്കെ പറഞ്ഞ പൊന്നു തമ്പുരാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് ഇവിടെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. ഈ പള്ളിപ്പെരുന്നാളിലെ കുഞ്ഞിനെ പോലെ നമ്മളെല്ലാം ചോദിക്കും. ചില സമയങ്ങളിൽ മീനെന്ന് കരുതി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിനെയാണ്, മുട്ട എന്ന് കരുതി ചോദിക്കുന്നത് തേളിനെയാണ്. അപ്പോൾ ആ പിതാവ് തരില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ വാശി പിടിച്ച് കരയും, ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കും. പക്ഷേ അവന് തരാൻ പറ്റില്ലല്ലോ. കാരണം കുറച്ചും കൂടി കരുതലും സ്നേഹമുള്ള ഒരു പിതാവിന് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നത് ചിലയിടങ്ങളിൽ തരാതിരിക്കുന്ന ചില സന്ദർഭങ്ങളും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തെളിച്ചം കിട്ടണം. ചോദിക്കുമ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല, ചോദിക്കുമ്പോൾ ലഭിക്കാതിരിക്കുന്നത് പോലും വലിയ പ്രാർത്ഥനയാണ്. അതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. പ്രിയമുള്ളവരെ, എങ്ങനെയാണോ ഒരു അപ്പനോടെന്ന പോലെ നാം ചോദിക്കുന്നത്, തിരിച്ച് ഒരു മകനോടെന്ന പോലെ അപ്പനും പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷ നാം വിട്ടുകൊടുത്തിട്ടുണ്ട്. ചിലർക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ലെന്നേ, അപ്പൻ കൂടെ ഉണ്ടല്ലോ, ആ ഉറപ്പ് മതി. അതിനേക്കാൾ വലിയ സ്നേഹം എന്താ വേണ്ടത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നീർമിഴിച്ചാലുകൾ കീറി മുറിയുമ്പോൾ കർത്താവേ, നിന്നെ ഞാൻ സ്വീകരിക്കും. ഉള്ളിൽ ആനന്ദം തിരതല്ലും വേളയിൽ കർത്താവേ, നിന്നെ ഞാൻ തിരസ്കരിക്കും. നീർമിഴിച്ചാലുകൾ കീറി മുറിയുമ്പോൾ കർത്താവേ, നിന്നെ ഞാൻ സ്വീകരിക്കും. ഉള്ളിൽ ആനന്ദം തിരതല്ലും വേളയിൽ കർത്താവേ, നിന്നെ ഞാൻ തിരസ്കരിക്കും. ഇതല്ലോ
നിത്യജീവിതം. ഉള്ളം കലങ്ങുന്ന നേരത്തും ഉള്ളം തുളുമ്പുന്ന വേളയിലും, ഉള്ളം കലങ്ങുന്ന നേരത്തും ഉള്ളം തുളുമ്പുന്ന വേളയിലും, കർത്താവേ നന്ദിയോടെന്നും പ്രാർത്ഥിപ്പാൻ കൃപയേകണേ ഏഴയിൽ. കർത്താവേ നന്ദിയോടെന്നും പ്രാർത്ഥിപ്പാൻ കൃപയേകണേ ഏഴയിൽ. അതല്ലോ 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 പുണ്യജീവിതം. അതല്ലോ 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 പുണ്യജീവിതം. ഗാഗുൽത്താമലയുടെ നെറുകയിലും, കർത്താവേ നീ എന്നെ സ്നേഹിച്ചല്ലോ. ഗാഗുൽത്താമലയുടെ നെറുകയിലും, കർത്താവേ നീ എന്നെ സ്നേഹിച്ചല്ലോ. കാരിരുമ്പാണികൾ വേദന നൽകുമ്പോൾ, കർത്താവേ നീ എന്നെ സ്നേഹിച്ചല്ലോ. കാരിരുമ്പാണികൾ വേദന നൽകുമ്പോൾ, കർത്താവേ നീ എന്നെ സ്നേഹിച്ചല്ലോ. ഇതല്ലോ 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 മഹജ്ജീവിതം. ഇതല്ലോ 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 മഹജ്ജീവിതം. നീർമിഴിച്ചാലുകൾ കീറി മുറിയുമ്പോൾ, കർത്താവേ നിന്നെ ഞാൻ സ്വീകരിക്കും. ഉള്ളിൽ ആനന്ദം തിരതല്ലും വേളയിൽ, കർത്താവേ നിന്നോടു ചേർന്നു നിൽക്കും. നീർമിഴിച്ചാലുകൾ കീറി മുറിയുമ്പോൾ, കർത്താവേ നിന്നെ ഞാൻ സ്വീകരിക്കും. ഉള്ളിൽ ആനന്ദം തിരതല്ലും വേളയിൽ, കർത്താവേ നിന്നെ